സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ഷാലോം ടിവിയുടെ ഒരു പഠന ശിബിര പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയവുമായി സി കാറ്റിലെത്തിയിരിക്കുകയാണ്. സി കാറ്റിൽ ഈ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും വികാരി ജനറാളുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഒറ്റത്തൈ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അവരുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഷിബു കീച്ചങ്കിരി അച്ഛനോടൊപ്പം വളരെ താല്പര്യപൂർവ്വം വളരെ നന്നായിട്ട് ഈ വിഷയത്തിൽ അവരുടെ സംശയങ്ങളും മറ്റും ചോദിക്കാൻ തക്കവണ്ണം ചർച്ചയിൽ പങ്കെടുക്കാൻ തക്കവണ്ണം തയ്യാറായി എത്തിച്ചേർന്നിരിക്കുന്ന മതാധ്യാപകരായ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക്, ഈ സി കാറ്റിലേക്ക് വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സി കാറ്റിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 946 ഖണ്ഡിക മുതലുള്ള പുണ്യവാന്മാരുടെ ഐക്യം എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന കാലത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ചർച്ചയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി വളരെ സ്നേഹപൂർവ്വം പാംബ്ലാനി അച്ഛനെ ക്ഷണിക്കുന്നു. ഷിബിൻ ചോദിക്കൂ. അച്ഛാ, നാം ദൈവത്തോട് നേരിട്ട് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് പാപമോചനം നേടിയ പോരെ? വൈദികരോട് പാപങ്ങളൊക്കെ ഏറ്റു പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഷിബിൻ ഷിബിനെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഈ 10-12 മണിക്കൂറൊക്കെ കുമ്പസാരക്കൂട്ടിലിരുന്ന് ഈ മനുഷ്യൻ്റെ കുമ്പസാരം കേൾക്കുമ്പോൾ ദൈവമേ, ഇതിന് വേറെ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കുന്നതായിരുന്നു നല്ലത്. ഞങ്ങളെ ഇത്രയും മെനക്കെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന്, അല്ലേ? വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും തോന്നി ദൈവത്തോട്, ദൈവമല്ലേ പാപമോചനം തരുന്നത്, ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെന്ന്, അല്ലേ? നിങ്ങൾ ഇത്രയും മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളും ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ദൈവത്തോട് നേരിട്ട് പാപമോചനം കിട്ടാൻ വേണ്ടി ദൈവത്തോട് നേരിട്ട് പാപം ഏറ്റു പറഞ്ഞ് പാപമോചനം കിട്ടിയ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ആരെങ്കിലും അതിന് ട്രൈ ചെയ്ത് നോക്ക്. യെസ്, അങ്ങനെ നമുക്കത് സാധ്യമല്ല. കാരണം എന്താണ്? സഭയെയാണ് ദൈവം ആ ഒരു ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവം ആ ഒരു ശുശ്രൂഷ ദൃശ്യമായി തിരുസഭയിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കി തരികയാണ്. നമ്മൾ തന്നെ എല്ലാ പാവം പറയും എന്ന ആളുകൾ പലപ്പോഴും വാദിക്കാറുണ്ട്. വാദിക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഓക്കെ, നമുക്ക് ഇന്ന് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ചേട്ടൻ ഇന്ന് രാത്രി പോയി ഈ പാപം ഒന്ന് ദൈവത്തോട് നേരിട്ട് പറഞ്ഞ് പാപമോചനം നേടിയിട്ട് വായോ, എന്നിട്ട് നാളെ നമുക്ക് സംസാരിക്കാം. ഈ പറച്ചിലല്ലാതെ ആരെങ്കിലും എന്നെങ്കിലും നേരിട്ട് ദൈവത്തോട് പാപം ഏറ്റു പറഞ്ഞ് പാപമോചനത്തിൻ്റെ കൃപ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പ്രസക്തമാണ്. അതാണ് പ്രസക്തം. വാദിക്കുന്നതിനർത്ഥമില്ല. ആരെങ്കിലും അത് ചെയ്ത് ആ വരപ്രസാദം അനുഭവിച്ചേക്കുന്നവരുണ്ട് എങ്കിൽ അവർ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ അങ്ങനെ പറഞ്ഞു വിട്ട് എല്ലാവരും പിറ്റേന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അതൊന്നും നടക്കുകയില്ലെന്ന്. അതൊന്നും നടക്കുന്നില്ല. കാരണം എന്താണ്? മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. മനുഷ്യൻ നോക്കുമ്പോൾ അവൻ ചെയ്യുന്ന ഒക്കെ ശരി, അവൻ പറഞ്ഞത് ശരി, മറ്റുള്ളവരാണ് തെറ്റ്, മറ്റുള്ളവരിലാണ് പ്രശ്നം. കാരണം എൻ്റെ ഭാഗത്തെ തെറ്റ് എനിക്ക് വെളിപ്പെടുത്തി തരാൻ, ചൂണ്ടിക്കാണിച്ചു തരാൻ, ഇന്നത് തെറ്റാണ് എന്ന് പറയാൻ, അതിന് ഇന്ന പരിഹാരം ആവശ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യം തരാൻ, അതിലൂടെ ഈശോയുടെ കുരിശിലെ വരപ്രസാദം നമ്മുടെ ആത്മാവിലേക്ക് പകർന്നു തരാൻ
ദൈവപുത്രൻ തൻ്റെ അനന്തബുദ്ധിയിൽ കണ്ടെത്തിയ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ആ കുമ്പസാരത്തിൻ്റെക്കാളും എളുപ്പമുള്ള ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ ഈശോ മിശിഹ അത് ചെയ്യുമായിരുന്നു. ഈശോയുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഈശോ അനാവശ്യമായി ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കാത്ത ആളാണ്, അല്ലേ? ഈശോയുടെ രക്ഷാകര വഴികൾ എപ്പോഴും ലളിതമാണ്. ഈശോ തന്നെ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നുകം ലഘുവാണ്, വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് ഈശോ അങ്ങനെ ഭാരപ്പെടുത്തുന്നൊരു ദൈവമല്ല, നമ്മുടെ മേൽ അനാവശ്യ ചുമട് വെച്ച് കെട്ടുന്നവനല്ല. അവൻ തൻ്റെ അനന്തബുദ്ധിയിൽ ഈ ഒരു കൂദാശ നമുക്കായി, നമ്മുടെ രക്ഷയ്ക്കായി സ്ഥാപിച്ചുവെങ്കിൽ പാപമോചനത്തിന് അതിനേക്കാളും എളുപ്പമുള്ളതോ അതിനേക്കാളും ഫലപ്രദമായതോ ആയ മറ്റൊരു മാർഗവുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അച്ഛൻ്റെ ചെവിയിലാണ് പോയി പറയുന്നത് എന്നുള്ള ചിന്തയാണ് പ്രശ്നം. അച്ഛൻ്റെ ചെവിയിലല്ല പറയുന്നത്. ആരുടെ ചെവിയിലാണ്? ഈശോയുടെ, ദൈവപുത്രനായ ഈശോയുടെ ചെവിയിലാണ് പറയുന്നത്. അച്ഛൻ്റെ ചെവിയിൽ പോയി പറയണോ എന്ന ചിന്തയുള്ളവർ കുമ്പസാരിക്കാതിരിക്കുന്ന ഭേദം, അല്ലേ? അച്ഛൻ എന്ന മനുഷ്യ വ്യക്തിയോടല്ല ഞാൻ പറയുന്നത്, ആ കുമ്പസാരക്കൂടിൻ്റെ നേർത്ത വലയ്ക്കപ്പുറത്ത് സ്വർഗമാണ് എന്നും അവിടെ ആയിരിക്കുന്ന വൈദികൻ ഈശോ മിശിഹായുടെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് സഭ കുമ്പസാര രഹസ്യത്തെ അപ്രകാരം സംരക്ഷിച്ചിരിക്കുന്നത്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന അച്ഛൻ അവിടെ കേട്ടതെല്ലാം അവിടെ കൊണ്ട് തീർത്തോണം, പുറത്തേക്ക് അതില്ല. അതൊരു സ്വർഗലോകമാണ് കുമ്പസാരക്കൂട്. കുമ്പസാരക്കൂടിൻ്റെ നേർത്ത വല എന്ന് പറയുന്നത് സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന മതിലാണ്. ആ ഒരു വലിയ അത്ഭുത രഹസ്യം അത് കുമ്പസാരിച്ചാണ് നാം ആ സത്യത്തെ മനസ്സിലാക്കുന്നതും ആ സത്യത്തെ അനുഭവിക്കുന്നതും. ഓക്കെ അച്ഛാ, താങ്ക് യു. അച്ഛൻ ഈ കുമ്പസാരത്തെ പറ്റി മുമ്പ് ഏതോ ഒരു ധ്യാന പ്രസംഗത്തിൽ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ അനുഭവം ആരോ, ഞാൻ ഈശോയോട് നേരിട്ട് പറഞ്ഞോളാം എന്ന് വെച്ച് ഒരു മനുഷ്യൻ്റെ ഉപമ പറഞ്ഞത് ശ്രവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ശാലോമിൻ്റെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ കുമ്പസാരത്തിൽ നിന്നൊക്കെ അകന്നിരിക്കുന്നവർക്ക് അവരോട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കടന്നു വരാനുള്ള ഒരു അനുഭവമായിരിക്കും. അതോടൊപ്പം അച്ഛൻ ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ പ്രത്യേകിച്ച് യുവജനങ്ങളായിട്ടുള്ളവർക്കൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പം കാണുന്ന ഒരു ട്രെൻഡാണ് പരിചയമുള്ള അച്ഛന്മാരുടെ അടുത്ത് നിന്ന് മാറിപ്പോവുക, വളരെ പ്രായം ചെന്ന ചെവി ഏക്കയില്ലാത്ത അച്ഛൻ്റെ അടുത്തേക്ക് പോകാനൊരു ടെൻഡൻസി കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സത്യം എന്താണ്? ഇതിനകത്തൊരു പെയിൻ ഉണ്ടല്ലോ തുറന്നു പറയുന്നതിൽ. അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ കുമ്പസാരത്തെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ തന്നെ ആളുകൾക്കൊരു താല്പര്യം തോന്നാൻ വേണ്ടി തോന്നിയാണ്. യെസ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് പരിചയമുള്ള അച്ഛൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കാനുള്ള വിഷമം പലർക്കും ഉണ്ട്, അല്ലേ? അത് ഇന്നയാളുടെ അടുത്ത് കുമ്പസാരിക്കണമെന്ന് സഭ ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ നിർബന്ധം പിടിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ വൈദികൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കാനുള്ള അവകാശം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ഒരു വികാരിച്ചിനും നിർബന്ധം പിടിക്കാൻ പാടില്ല, എൻ്റെ അടുത്ത് തന്നെ വന്ന് കുമ്പസാരിച്ചോണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റിയല്ല. കാരണം അത് വിശ്വാസികളുടെ അവകാശമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ഏറ്റവും നന്നായി ആത്മീയതയിൽ ഗൈഡ് ചെയ്യാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെ അടുക്കൽ തുടർച്ചയായി കുമ്പസാരിക്കുമ്പോഴാണ്. നിങ്ങളൊരു രോഗം വന്നാൽ ഒരു ഡോക്ടറെ അടുക്കൽ പോയി, ആദ്യത്തെ ദിവസം പനി വന്നു, ആദ്യത്തെ ദിവസം പോയി ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് മരുന്ന് മേടിച്ചു, അത് കഴിച്ചു, ബാക്കി ഗുളിക എറിഞ്ഞ് കളഞ്ഞിട്ട് രണ്ടാം ദിവസം വേറൊരു ഡോക്ടറെ അടുത്ത് പോയി വേറെ മരുന്ന് മേടിച്ചു, അത് വിഴുങ്ങി. മൂന്നാം ദിവസം നിങ്ങൾ പോയി വേറൊരു ഡോക്ടറെ അടുത്ത് നിന്ന് മരുന്ന് മേടിച്ചു. മിക്കവാറും ഈ മരുന്നെല്ലാം കൂടെ തിന്ന് നിങ്ങൾ വേറെ അസുഖം പിടിച്ചിട്ടുണ്ട്, ഇല്ലേ? ചികിത്സ ഫലപ്രദമാകണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു തുടർച്ച വേണം, അല്ലേ? നിങ്ങളെ ശരിക്കും അറിയാവുന്ന, നിങ്ങളൊരു വിദഗ്ധ ഡോക്ടറുടെ അടുത്തേക്ക് നിങ്ങളെ നാട്ടിലെ ഒരു ഡോക്ടർ പറഞ്ഞു വിട്ടാൽ അദ്ദേഹം ഇതുവരെയും ചെയ്ത കാര്യങ്ങളുടെ കുറിപ്പ് അടക്കമാണ് കൊടുത്തുവിടുന്നത്, അല്ലേ? അതായത് ചികിത്സയ്ക്ക് ഒരു തുടർച്ച വേണം എന്നതുപോലെ ആത്മീയതയിലെ ഒരു വലിയ ചികിത്സയാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് നിങ്ങൾ കുമ്പസാരക്കാരനായി തിരഞ്ഞെടുക്കുന്ന വൈദികനുമായിട്ടുള്ള ആത്മബന്ധവും ആ വൈദികന് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും
അറിവുള്ളതായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറെ ഗുണകരമായ അവസ്ഥയാണ് എന്നത് ഓർത്തിരിക്കുക. അച്ഛന്മാരുമായിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ ബന്ധം ആത്മീയ ബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് മതി അച്ഛന്മാരുമായിട്ടുള്ള മറ്റ് പരിചയങ്ങളൊക്കെ, അല്ലേ? അച്ഛനുമായിട്ട് ഞങ്ങൾ പിക്നിക്ക് പോയിരുന്നതാണ്, അല്ലെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ക്രിസ്മസ് ക്രിപ്പ് ഉണ്ടാക്കുന്ന യൂത്താണ്, ആ അച്ഛൻ്റെ അടുക്കൽ എങ്ങനെയാണ് പോയി കുമ്പസാരിക്കുന്നത്, അച്ഛനോട് തമാശ പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് കുമ്പസാരിക്കാൻ പറ്റിയല്ല എന്നൊക്കെ നമുക്ക് തോന്നാം. ഈശോ വൈദികരെ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പാപമോചനം നൽകുക, കർത്താവിൻ്റെ ബലിയുടെ വരപ്രസാദം എല്ലാവർക്കും ലഭ്യമാക്കുക. അതുകൊണ്ട് എല്ലാ വൈദികരുടെയും പ്രഥമ ഉത്തരവാദിത്വം എന്താണ്? ഈ ഒരു കൃപ ദൈവമക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരു വൈദികൻ്റെ അടുക്കൽ തന്നെ തുടർച്ചയായി കുമ്പസാരിക്കുന്നതാണ് ആധ്യാത്മിക വളർച്ചയ്ക്ക് നല്ലത്. അത് നിങ്ങളുടെ പരിചയമുള്ള അച്ഛൻ തന്നെയാണ് ഇരിക്കുന്നതാണ് നിങ്ങളെ ശരിയാം വിധത്തിൽ ഗൈഡ് ചെയ്യാൻ സഹായകമായിട്ടുള്ളൂ. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? ജോബിൻ ചോദിക്കൂ. ജോബിന് ഒറ്റത്തൈയിലെ നമ്മുടെ യുവജനങ്ങളുടെ കരുത്തനായ ഒരു സാരഥിയാണ്. ജോബിൻ ചോദിക്കൂ. അച്ഛൻ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സംശയമാണ്. നമ്മൾ മരിച്ചവരുടെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മരിച്ച അന്ത്യദിനത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്ക് ശരീരമുണ്ടാകുമോ? കൂടാതെ നമ്മൾ ഭൂമിയിലുണ്ടായിരുന്ന അതേ വ്യക്തിത്വവും പേരും തന്നെയാണ് നമുക്ക് അവിടെയും ഉണ്ടാകുക. കൂടാതെ ബന്ധങ്ങൾ തിരിച്ചറിയാനും നമുക്ക് കണ്ടുമുട്ടാനും സാധിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ജോബിൻ്റെ 6 പാക്ക് ബോഡിയൊക്കെ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, ജോബിൻ ചോദിച്ചത് വളരെ ഗഹനമായ ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെ തന്നെ പിടിച്ചു കുലുക്കുന്നൊരു ചോദ്യമാണ്. ഇതേ ശരീരം തന്നെ ആയിരിക്കുമോ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ? ഇതേ ശരീരം തന്നെ കിട്ടിയാൽ ജോബിന് തൃപ്തിയാണോ? അതെയോ? കുറച്ചുകൂടിയൊക്കെ വെയിറ്റ് കുറഞ്ഞ ഒരു ശരീരമാണെങ്കിൽ ഓടാനും ചാടാനും ഒക്കെ എളുപ്പമുണ്ട്. സ്വർഗത്തിലെപ്പോഴും ഹല്ലേലൂയ പറഞ്ഞ് ഡാൻസ് ചെയ്യുവാണ്. അപ്പോൾ ഈ ശരീരം കൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടായിരിക്കുമോ? ഇച്ചിരി കൂടെ കുറച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ജോബിന് വേണ്ട, ജോബിന് ഇതേ തൂക്കവും ഇതേ പൊക്കവും വേണം. ഗുഡ്. അതായത് ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തിന് മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക, പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ അപ്പസ്തോലൻ പറയുന്നുണ്ട്, മരിക്കുന്നത് മർത്യ ശരീരം, ഉയർക്കുന്നത് ആത്മീയ ശരീരം, അല്ലേ? അപ്പസ്തോലൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. നമ്മൾ നടുന്നത് ഒരു ചെറിയ വിത്ത് മാത്രമാണ്, അല്ലേ? പക്ഷെ അത് വളർന്ന് അതിൽ നിന്ന് പുറപ്പെടുന്ന ശരീരമോ വലിയൊരു വൃക്ഷമാണ്. ഒരു വലിയ മരത്തിൻ്റെ വിത്ത് നമ്മൾ നട്ടു, ഒരു മഹാഗണിയുടെ വിത്ത്, ചെറുതാണ്. അത് കിളുത്ത് കുഞ്ഞൊരു തൈയായി ആ തൈ അങ്ങ് വളർന്നു വന്നപ്പോഴത്തേക്കും മഹാഗണി, ആ പേര് പറയുന്ന പോലെ തന്നെ, അല്ലേ? അങ്ങനെ ഒരു വലിയ മരമായി തീർന്നു. അപ്പസ്തോലൻ അതാ ഉദാഹരിക്കുന്നത്. നമ്മുടെ ശരീരം, കുഴിയിൽ വയ്ക്കുന്ന ശരീരം എന്ന് പറയുന്നൊരു വിത്താണ്. ആ വിത്തിൽ നിന്ന് ഒരു വൃക്ഷം പോലെ നമ്മുടെ ശരീരം മഹത്വമുള്ളതാവും. മഹത്വമുള്ളത് എന്ന് പറയുമ്പോൾ അപ്പസ്തോലൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് മരിക്കുന്നത് മർത്യമായത്, ഉയർക്കുന്നത് അമർത്യമായത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ശരീരത്തിന് സ്ഥലകാല പരിമിതിയുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ ശാലോമിലായിരിക്കുന്നു. ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒറ്റത്തൈക്കാർക്ക് ഒറ്റത്തൈയിൽ പോകാൻ പറ്റിയല്ല. തലശ്ശേരിക്കാരനായ എനിക്ക് തലശ്ശേരിക്ക് പോകാൻ പറ്റിയല്ല. നമ്മളിപ്പോൾ ഇവിടെ ആയിപ്പോയി, അല്ലേ? വൈകുന്നേരം സമയം കഴിയുമ്പോൾ നമുക്ക് എവിടെ പോകാം? നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. സ്ഥലത്തിലും സമയത്തിലും പരിമിതപ്പെട്ടവരാണ് നമ്മുടെ ശരീരം. അതേസമയം മഹത്വീകരിക്കപ്പെട്ട ശരീരം എന്ന് പറയുമ്പോൾ അതിന് സ്ഥല സമയ പരിമിതി ഇല്ലാതാകും. ഈ ശരീരം എന്ന് പറഞ്ഞാൽ അതിന് ഈ ശരീരവുമായി ബന്ധമുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം.
ഉത്ഥാനം ചെയ്ത ഈശോയെ കണ്ടിട്ട് പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അല്ലേ? മഗ്ദലന മറിയം കണ്ടിട്ട് ഇദ്ദേഹത്തെ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. സാധാരണ ചേട്ടത്തിമാർ ഒറ്റ നോട്ടത്തിൽ ആളെ തിരിച്ചറിയേണ്ടതാണ്, അല്ലേ? പക്ഷേ മഗ്ദലന മറിയം പറഞ്ഞു ഇത് ഏതോ തോട്ടക്കാരനാണെന്നാണ് തോന്നുന്നതെന്ന്. എമ്മാവൂസിലേക്ക് പോയി അപ്പസ്തോലന്മാർ വിചാരിച്ചെന്നാ ഇത് ഏതോ വഴിപോക്കൻ എവിടുന്നോ വന്നതാണെന്നാണ് വിചാരിക്കുന്നത്. തിബേരിയാസ് കടൽ തീരത്ത് നിൽക്കുന്ന ശിഷ്യന്മാർ വിചാരിക്കുന്നത് എന്താ, ഏതോ ചേട്ടൻ ചുളുവിലയ്ക്ക് മീൻ കിട്ടാൻ വേണ്ടി നേരത്തെ പലകാലം വന്നേക്കെന്ന് വിചാരിച്ചു. ഇവർക്കൊന്നും ഈശോയെ കണ്ടിട്ട് തിരിയാൻ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ മരിച്ചവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. പക്ഷേ മരിച്ചവനിൽ നിന്ന് ഉയർത്തവനിലേക്കുള്ള അകലം അത് പ്രസക്തമായൊരു അകലമാണ്. അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലമാണ്, അല്ലെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള അകലമാണ്. ജീവനിൽ നിന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള അകലമാണ്. ആ അകലം അവിടെ ഉണ്ട്. ഈശോയുടെ ശരീരം, എന്നാൽ ഈശോയ്ക്ക് ശരീരമില്ലേ? തോമാസിയായുടെ ഈശോ പറഞ്ഞു ഇവിടെ വാടാന്ന് പറഞ്ഞു, നിൻ്റെ വിരൽ കൊണ്ടുവന്ന് എൻ്റെ മുറിപ്പാടിനകത്ത് തൊട്, നിൻ്റെ ആ 5 വിരലും കൊണ്ടുവന്ന് എൻ്റെ ചങ്ക് കീറിയതിനകത്തേക്ക് കയറ്റി പോയി, നിനക്ക് ഇനിയെങ്കിലും വിശ്വാസമാകട്ടെ എന്ന്, അല്ലേ? യെസ്, അങ്ങനെ ഈശോ പറഞ്ഞു. അപ്പോൾ ഈശോയ്ക്ക് ശരീരം ഉണ്ടല്ലോ. തോമാസിയ തൊടാൻ ചെന്നാൽ വല്ല കാറ്റായിരുന്നോ? ശരീരമാണ് ഈശോ. ശിഷ്യന്മാർക്ക് ഇത് ഭൂതമാണോ എന്ന് സംശയം തോന്നിയപ്പോൾ ഇതിന് ശരീരമില്ല, ഭൂതം എന്ന് പറഞ്ഞാൽ അതാണ്. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്, നിങ്ങളുടെ തിന്നാൻ വല്ലതും ഉണ്ടോടാന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു ഒരു മീൻ വറുത്തുണ്ട്. എന്നാ മീനാ? അവർ പറഞ്ഞു ഒരു അയക്കൂറ, നെയ്മീൻ വറുത്തതാണ്. നെയ്മീൻ വറുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഈശോ അത് മൊത്തം അകത്താക്കി എന്ന ബൈബിൾ പറയുന്നു, അല്ലേ? ശരീരം ഇല്ലെങ്കിൽ മീൻ തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയ്ക്ക് ശരീരമുണ്ട്. ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരം തന്നെയാണ് നമ്മുടെ ഉയർക്കാൻ പോകുന്ന ശരീരത്തിൻ്റെ അളവുകോൽ. ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരം തന്നെയാണ് നമ്മുടെ ശരീരം എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വഴി. മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇതേ ശരീരം ഇതേ പൊക്കത്തിലും തൂക്കത്തിലുമാണോ, അല്ലെങ്കിൽ ഇതേ വൈകല്യങ്ങളുണ്ടാകുമോ? അതും ഒരു സംശയമാണ്, അല്ലേ? കാലൊടിഞ്ഞ ചേട്ടൻ സ്വർഗത്തിലും കാലൊടിഞ്ഞ് നടക്കുമോ? ഇല്ലേ? കണ്ണ് കാണാത്ത ചേട്ടൻ സ്വർഗത്തിലും കാണാതെ നടക്കുമോ? അല്ല. മഹത്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പരിമിതികളെല്ലാം അത് അതിജീവിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇപ്പം അവയവദാനം നടത്തുന്നവർക്ക് പോലും പേടിയുണ്ട്. ഹൃദയം കൊടുത്തേച്ച് പോയ സ്വർഗത്തിൽ ഹൃദയം ഇല്ലാതെ നിൽക്കേണ്ടി വരുമോ? ഇല്ലേ? ഇല്ല. ഈ ശരീരത്തിൻ്റെ പരിമിതികളെ മഹത്വീകരിക്കപ്പെട്ട ശരീരം അതിജീവിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യം എന്തായിരുന്നു? സ്വർഗത്തിലുള്ളവരെ കണ്ടാ അറിയുമോ? എന്തെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ? യെസ്. ആരെയാണ് ജോബിന് സ്വർഗത്തിൽ തിരിച്ചറിയണം എന്ന് നിർബന്ധമുള്ള വല്ലവരും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. തൊട്ടപ്പുറത്തിരിക്കുന്നത് അമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോളിലിരിക്കുന്നത്. ഈ അമ്മയുടെ ശല്യം അവിടെ ഉണ്ടാകുമെന്നാണ് ജോബിൻ്റെ ചോദ്യം. പരസ്യമായിട്ട് പറയാൻ ചില ബുദ്ധിമുട്ടും ഉണ്ടാവും. യെസ്. ജോബിനെ സ്വർഗത്തിലെ തിരിച്ചറിവുകളെ കുറിച്ച് അക്വിനാസ് പുണ്യാളൻ പറയുന്നത് ഞാൻ പറയാം. സ്വർഗത്തിലുള്ളവർക്ക് ഈ ദൈവദത്തമായ ബുദ്ധി, ആലോചന, അറിവ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ജോബിന് ഈ ഭൂമിയിൽ ആരെയെല്ലാം അറിയാവോ അവരെല്ലാം അവരെക്കാളും കൂടുതലായവരെയും സ്വർഗത്തിൽ അറിയാൻ പറ്റും, സംശയമൊന്നുമില്ല. അമ്മയെ കണ്ടാൽ അറിയാം, അപ്പനെ കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടെങ്കിൽ അറിയാം, അതൊരു വിഷയമാണ്. എല്ലാം അറിയാം. പക്ഷേ ആ അറിവൊക്കെ അപ്രസക്തമാകുന്ന വലിയൊരു അറിവിൻ്റെ നിറവിലാണ് അപ്പോൾ നമ്മൾ. ഏതാണ്? ദൈവത്തെ മുഖാമുഖം കാണുന്നതിൻ്റെ നിറവിലാണ് നമ്മൾ. സൂര്യനെ നോക്കിയിരിക്കുമ്പോൾ അടുത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല. ആ സൂര്യപ്രഭയിൽ മറ്റെല്ലാം ചെറിയ വെളിച്ചങ്ങളായി അപ്രസക്തങ്ങളായിത്തീരുന്നു, അല്ലേ? അതാണ്. മറ്റുള്ളവരെ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മനുഷ്യ വ്യക്തിയായി തന്നെയാണ് നാം സ്വർഗത്തിലായിരിക്കുക. അതുകൊണ്ട് വ്യക്തിക്കുള്ള എല്ലാ ഗുണങ്ങളും സ്വർഗത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കുണ്ട് എന്ന് തന്നെയാണ് തിരുസഭ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് അറിയാവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അറിയാം. പക്ഷേ ആ ബന്ധങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന വലിയൊരു ബന്ധത്തിൻ്റെ നിറവിൽ ദൈവ ഐക്യത്തിലാണ് നാം എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാ ബന്ധങ്ങളും അവിടെ അപ്രസക്തമാവുകയും ദൈവത്തോടുള്ള ബന്ധം പരമമായ അനുഭവമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ ജുവലാണ്. ജുവൽ ഒറ്റത്തയിലെ യുവജനങ്ങളുടെ പ്രതിനിധിയാണ്. ജുവൽ ചോദിക്കുക. അച്ഛൻ്റെ സംശയം ഇതാണ്. നമുക്കറിയാം, മാരകപാപം ചെയ്യുന്നവർ അനുദപിക്കാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് നരകത്തിലെത്തുന്നുണ്ട്. അപ്പോൾ ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേദന അനുഭവിക്കാൻ സാധിക്കൂ എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെയാണെങ്കിൽ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാത്മാവ് എങ്ങനെയാണ് നരകശിക്ഷ അനുഭവിക്കുന്നത്? എങ്ങനെയാണ് ആത്മാവിന് നരകശിക്ഷ അനുഭവിക്കാൻ സാധിക്കും? ജുവൽ അല്ലേ? ജുവല് ഞാൻ വിചാരിച്ചൊരു നിഷ്കളങ്കനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ്റെ ചോദ്യം വളരെ ക്രൂരമായൊരു ചോദ്യം. നരകത്തിലെ ദോശക്കല്ലാണ് അവൻ്റെ ചിന്ത മുഴുവനും. ജുവലിൻ്റെ ചോദ്യം വളരെ ആഴമുള്ളൊരു ചോദ്യമാണ്. ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവ്, ഇത് നരകത്തെ മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് ഇതേ ചോദ്യം പ്രസക്തമാണ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് ആത്മാവല്ലേ അങ്ങോട്ട് പോകുന്നുള്ളൂ? ശരീരം ഇവിടെയല്ലേ കിടക്കുന്നത്? ശരീരത്തിനല്ലേ ഈ വേദന അനുഭവിക്കാൻ പറ്റുള്ളൂ? ശരീരമില്ലാത്ത അവസ്ഥയിൽ ആ നരകത്തിൽ ആത്മാവ് പീഡിപ്പിക്കപ്പെട്ടു, അല്ലെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിച്ചു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് എന്നാണ് ജുവലിൻ്റെ ചോദ്യം. ഇതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ കാഴ്ചപ്പാട് ആത്മശരീരങ്ങളെക്കുറിച്ചുള്ള ഐക്യമാണ് പഠിപ്പിക്കുന്നത്. ജുവൽ ചോദിച്ച ഈ ചിന്താഗതി ഗ്രീക്ക് തത്വചിന്തയിൽ പ്ലേറ്റോണിക് ചിന്താഗതി അതാണ്. നമ്മുടെ ഭാരതീയ ചിന്തയിലും ഈ ഒരു പ്ലേറ്റോണിക് ചിന്താഗതിയുണ്ട്. എന്താണ്? ആത്മാവ് ശരീരത്തിൻ്റെ തടവറയിൽ കഴിയുക. ശരീരത്തിൻ്റെ ഈ തടവറയിൽ നിന്ന് ഒരു ചെറിയ മുട്ടോ തട്ടോ കിട്ടിയാൽ ആത്മാവ് എടുത്തിയാടി പുറത്ത് കിടക്കുന്നു. അതുകൊണ്ടാണ് ശരിക്കും ഒരു തലക്കെട്ടൊരു ഇടി കൊടുത്താൽ ഒരാൾ മരിച്ചു പോകുന്നതിൻ്റെ കാരണം പ്ലേറ്റോ പറഞ്ഞ എന്താണ്? ഈ ആത്മാവ് ഇവിടെ നിന്ന് ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഗ്യാപ്പ് നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ പേടിച്ചിരുന്നു. മനുഷ്യൻ ആഞ്ഞു തുമ്മിയാൽ ജീവൻ ആ കൂടെ പോകും, ആത്മാവ് തെറിച്ചു പോകും അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ഈ കാരണവന്മാർ തുമ്മുമ്പോൾ ഈശോ എന്ന് പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ ദൈവമേ ആത്മാവ് പോയോ എന്നുള്ള ഒരു അങ്കലാപ്പ്, ആ ഒരു തുടർചിന്ത അതിൻ്റെ പിന്നിലുണ്ട്. ഈശോ എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രൈസ്തവ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച് ആത്മാവും ശരീരവും പൂർണ്ണ ഐക്യത്തിലാണ്. ശരീരത്തിൽ നിന്ന് മരണത്തിലൂടെ ആത്മാവ് താൽക്കാലികമായി വേർപിരിയുന്നു എങ്കിലും ഈ ശരീരത്തിൻ്റെ എല്ലാ സംവേദനക്ഷമതകളും ആത്മാവിന് അനുഭവിക്കാൻ സാധിക്കും. ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലും മനുഷ്യ വ്യക്തിയുടെ അനുഭവങ്ങൾ ഈ ആത്മാവായിരിക്കുന്ന അസ്തിത്വത്തിൽ അതിനറിയാനും അനുഭവിക്കാനും കഴിയുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മശരീര ഐക്യം എന്നുള്ള ക്രൈസ്തവ ചിന്താഗതിയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പ്രബോധനം അർത്ഥപൂർണമാണ്. പ്ലേറ്റോയുടെ ചിന്തയിൽ ചിന്തിക്കുമ്പോഴാണ് ഇത് രണ്ടും വ്യത്യാസമുള്ളതാണ്, ഒന്ന് മറ്റതിൻ്റെ ശത്രുവാണ്, ഒന്നൊഴിവായപ്പോൾ മറ്റേത് സ്വതന്ത്രമായി. ആ രീതിയിലല്ല ക്രൈസ്തവ ചിന്ത. ശരീര മന ആത്മ ഐക്യത്തെക്കുറിച്ചാണ് തിരുസഭ നമ്മെ എപ്പോഴും പഠിപ്പിക്കുക. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലോ നരകത്തിലോ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് വേദന അറിയാനും അനുഭവിക്കാനും സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിഷയത്തിൻ്റെ തുടർച്ചയുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.